ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങളൊരു ഡേ ഔട്ടാണ് കേട്ടോ ചെയ്യുന്നത്. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഫ്രാങ്ക്ഫർട്ടിലെ ക്രിസ്മസ് മാർക്കറ്റിലേക്ക് പോവാണ്. ഇന്നാണെന്നുണ്ടെങ്കിൽ ഷിയോണും ഓഫാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ വൈകുന്നേരം പ്ലാൻ ചെയ്ത് പോകാമെന്ന് വിചാരിച്ചേക്കാണ്. അങ്ങനെ ഇതാ ഞങ്ങൾ ഞങ്ങളുടെ ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ദേ ഞങ്ങളുടെ ട്രെയിൻ വന്നു. ദേ ഞങ്ങൾ ട്രെയിനിൽ കയറിയിട്ട് ഇനി നേരെ നമ്മൾ ഫ്രാങ്ക്ഫർട്ടിലേക്ക് വിടാണ്. കുറേ നാളായി വിചാരിക്കുന്നു ഫ്രാങ്ക്ഫർട്ട് മാർക്കറ്റിലേക്ക് പോകണം എന്ന്. പക്ഷേ ഓഫ് കിട്ടാത്ത കാരണം ഇങ്ങനെ പോകാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഡ്യൂട്ടിയും കഴിഞ്ഞ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ക്ഷീണമായിരിക്കും രണ്ടുപേർക്കും. അങ്ങനെ പിന്നെ ദേ ഇങ്ങനൊരു അവസരം ഞങ്ങൾക്ക് ഇന്ന് കിട്ടി. അപ്പോൾ ദേ ഇന്ന് ഞങ്ങൾ അതിന് വേണ്ടി വന്നതാണ് കേട്ടോ. യൂറോപ്പിൽ തന്നെ ക്രിസ്മസ് ആവുന്ന സമയത്ത് എല്ലായിടത്തും ഈ മാർക്കറ്റ് വരും കേട്ടോ. ഇത് കാണാനായിട്ട് ഒരു അടിപൊളി ഭംഗി തന്നെയാണ്. കാരണം നമ്മൾ നാട്ടിൽ നിന്നൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് നമ്മൾ വെറൈറ്റി ആയിട്ടുള്ള കാഴ്ചകളാണ് നമുക്കിതൊക്കെ. ക്രിസ്മസിന് മാർക്കറ്റ്, അതുപോലെ ലൈറ്റ്സ് അടിപൊളി തന്നെയായിരുന്നു കേട്ടോ. അതുപോലെ പലതരം ഷോപ്പുകൾ ഉണ്ടാവും ക്രിസ്മസിൻ്റെ ടൈമിൽ. മാർക്കറ്റ്, അതിനെയാണ് ക്രിസ്മസ് മാർക്കറ്റ് എന്ന് പറയുന്നത്. ഒരു കുറേ ടൈപ്പ് മാർക്കറ്റുകളുണ്ടാവും. അതിനകത്ത് തന്നെ ഫുഡ് ഐറ്റംസിനായിട്ടുള്ള മാർക്കറ്റ്, പിന്നെ വൈൻ, അതുപോലെ നമ്മുടെ ടോയ്സ്, അങ്ങനെ കുറേ മാർക്കറ്റ്സുകളുണ്ട്. പിന്നെ നമുക്ക് കളിക്കാനായിട്ട് കുട്ടികൾക്കൊക്കെ കളിക്കാൻ പറ്റിയിട്ടുള്ള അതിന് വേണ്ടിയിട്ടുള്ള ട്രെയിന്, അങ്ങനത്തെ കുറേ സംഭവങ്ങൾ, അങ്ങനെ പല ടൈപ്പായിട്ടുള്ള കടകളും ഇതൊക്കെയാണ് കേട്ടോ. പിന്നെ ഫുഡിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ വെറൈറ്റി ഫുഡുകളുണ്ട്. ഞാൻ കാണാത്ത ടൈപ്പ് ഫുഡൊക്കെയാണ് കേട്ടോ ഇവിടെ ഉണ്ടായിരുന്നത്. സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇതൊക്കെ കണ്ടിട്ട് ഇതൊക്കെ എന്ത് ഫുഡാണ് ദൈവമേ എന്നിങ്ങനെ ആലോചിച്ച് നിൽക്കായിരുന്നു കേട്ടോ. ഈ ഒരു ഫുഡ് എനിക്കൊരു വെറൈറ്റി ആയിട്ട് തോന്നി. മഷ്റൂമിൻ്റെ അവർ എന്തൊക്കെയോ അതിനകത്ത് പൊടികളൊക്കെ ചേർത്തിട്ട് കാണിക്കുന്നുണ്ട്. എനിക്കൊന്നും മനസ്സിലായില്ല അതെന്താ സംഭവം എന്ന്. ഞാൻ അങ്ങനെ നോക്കിക്കായിരുന്നു. അതുപോലെ തന്നെ ഓരോന്നാണെങ്കിലും എടുത്തു പറയാനായിട്ട് അടിപൊളിയായിരുന്നു. എനിക്കെന്താ പറയേണ്ടതെന്ന് അറിയില്ല. അടിപൊളി കാഴ്ച തന്നെയാണ് കേട്ടോ യൂറോപ്പിലെ ക്രിസ്മസ് മാർക്കറ്റ് എന്ന് പറയുന്നത്. ഇത് ഫസ്റ്റ് ടൈം ഇവിടെ വരുന്നവർക്ക് ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരിക്കും. ഇപ്പോൾ ഞാനിത് സെക്കൻഡ് ടൈമാണ് കാണുന്നത്. അതുകൊണ്ട് എനിക്ക് ആദ്യത്തെ അത്ര എക്സൈറ്റ്മെൻറ്റ് ഇല്ല കാണാനായിട്ട്. പക്ഷേ ഫസ്റ്റ് ടൈമൊക്കെ ആയിട്ട് ഇങ്ങോട്ട് വരുന്ന ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ ഇത് കാണുമ്പോൾ ഒരു അടിപൊളി സംഭവമായിട്ട് തോന്നും കേട്ടോ. അങ്ങനെ ദേ നമ്മൾ മാർക്കറ്റൊക്കെ ഇങ്ങനെ കണ്ടു നടക്കായിരുന്നു. അപ്പോൾ ദേ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ ഒരു ട്രെയിൻ. ഇതിനകത്ത് നമുക്ക് കുഞ്ഞു കുട്ടികൾക്കും അതുപോലെ വലിയവർക്കും അവരുടെ ഒപ്പം തന്നെ ഇരുന്ന് പോകാൻ പറ്റും കേട്ടോ. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് നമ്മുടെ കുട്ടിക്കാലമാണ്, ശരിക്കും എൻ്റെ ഒരു കുട്ടിക്കാലമാണ് ഓർമ്മ വരുന്നത്. നമ്മൾ കുട്ടിക്കാലത്ത് എക്സിബിഷൻ അങ്ങനത്തെ ഇതിനൊക്കെ പോകുമ്പോൾ നമ്മളിങ്ങനെ ഒരു കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മളിപ്പോൾ സ്കൂളിൽ നിന്ന് ടൂർ പോകുമ്പോൾ ഓരോ പാർക്കിലേക്കൊക്കെ കളിക്കാൻ പോകുമ്പോഴാണ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കണ്ടിട്ടുള്ളത്. അപ്പോൾ ശരിക്കും നമ്മുടെ കുട്ടിക്കാലൊക്കെ ഓർമ്മ വരും കേട്ടോ ഇതൊക്കെ കാണുമ്പോൾ. അതുപോലെ തന്നെ സ്റ്റാർസിൻ്റെ സ്റ്റോറുകൾ, അതും അടിപൊളിയാണ്. എല്ലാം ലൈറ്റ് ഇട്ടിട്ട് കാണാനായിട്ട് ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് കേട്ടോ ഈ ക്രിസ്മസ് മാർക്കറ്റിൽ കൂടെ നടക്കുമ്പോൾ. പിന്നെ എന്നെ ഈ ക്രിസ്മസ് മാർക്കറ്റിൽ അട്രാക്ട് ചെയ്തത് ഈ ഒരു കടയാണ്. ഇതിനകത്ത് പല ടൈപ്പ് ക്രിസ്മസ് കൂടുകൾ, അതുപോലെ തന്നെ നമ്മുടെ മാതാവിൻ്റെയും ഉണ്ണീശോയുടെയൊക്കെ രൂപങ്ങൾ എല്ലാം മരത്തിൽ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അതാണ് ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. എല്ലാം മരത്തിലാണ് ഇവർ ചെയ്തിരിക്കുന്നത്. പിന്നെ വെറൈറ്റീസ് ഓഫ് ക്രിസ്മസ് സ്ക്രിപ്റ്റ്സ് ആണ് ഇവിടെ കാണാൻ പറ്റും. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനത്തെ ക്രിസ്മസ് സ്ക്രിപ്റ്റ്സ് കാണുന്നത്. ഇത് കണ്ടപ്പോൾ തന്നെ ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി. ഇങ്ങനെയൊക്കെ ടൈപ്പ് ക്രിസ്മസ് സ്ക്രിപ്റ്റ്സ് ഉണ്ടോ എന്നാണ് ഞാൻ ആലോചിച്ചത്. കാരണം നമ്മുടെ നാട്ടിലൊന്നും നമ്മൾ ഇങ്ങനത്തെ ക്രിസ്മസ് സ്ക്രിപ്റ്റ്സ് ഒന്നും കണ്ടിട്ടില്ല. ഇങ്ങനത്തെ ക്രിസ്മസ് കൂട് കണ്ടപ്പോൾ ഞാൻ ശരിക്കും എനിക്കൊരു വണ്ടറായിട്ടോ. ഇതൊക്കെ അടിപൊളിയാണല്ലോ കാണാനായിട്ട്. എല്ലാം ഒന്നിനൊന്ന് വെച്ചെന്ന് പറയുന്ന പോലെ ഭയങ്കര അടിപൊളിയായിരുന്നു കാണാൻ. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ ഈ സംഭവം കണ്ടപ്പോൾ. എനിക്ക് എന്താ പറയണ്ടേന്നറിയില്ല, അതുപോലെ അടിപൊളിയാണ്. നിങ്ങൾക്കും കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും, അടിപൊളിയായിരുന്നു. ഇതൊരു വെറൈറ്റി ഓഫ് എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ എനിക്ക് ഈ ക്രിസ്മസ് കൂട് കണ്ടപ്പോൾ. ഇതൊക്കെ കാണുമ്പോൾ ശരിക്കും നമുക്ക് നമ്മുടെ നാട്ടിലെ ക്രിസ്മസ് ഒക്കെ മിസ് ചെയ്യുന്നു കേട്ടോ. നമ്മളതൊക്കെ വിട്ടിട്ടാണ് ഈ ഒരു രാജ്യത്ത് വന്ന് നമ്മൾ താമസിക്കുന്നത്. അപ്പോൾ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ അതൊരു നല്ല മിസ്സിങ് ആണ് ആ സമയത്ത് ഫീലിംഗ് ഒക്കെ എന്ന് പറയുന്നത്. പിന്നെ അതേ ഞാൻ പറഞ്ഞ പോലെ ഇതൊരു വെറൈറ്റി ക്രിസ്മസ് കൂടാണ്. എല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലെ ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ അതൊരു വേറെ ലെവൽ ക്രിസ്മസ് ആണ്. ആ ക്രിസ്മസിൻ്റെ ഒരു ഇത് നമ്മുടെ നാട്ടിൽ ക്രിസ്മസ് ടൈം ആകുമ്പോൾ കരോള് വരുന്നു, മുറ്റത്ത് ഓരോ പാട്ട് പാടുന്നു, ഇതാക്കുന്നു, അങ്ങനത്തെ സംഭവമൊന്നും ഞാൻ ഇവിടെ കണ്ടിട്ടില്ല കേട്ടോ. അങ്ങനെ ആരും കരോളും ഇതൊന്നും വരണത് ഞാൻ കണ്ടിട്ടില്ല. അതൊക്കെ നമ്മുടെ നാട്ടിൽ തന്നെയായിരുന്നു അടിപൊളി. അതൊക്കെ ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് ഇവിടുത്തെ ക്രിസ്മസിൻ്റെ ടൈമിൽ. പിന്നെ ദേ ഈ ഒരു കട കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മൾ പണ്ട് പള്ളിപ്പെരുന്നാളിനൊക്കെ പോണ സമയത്ത് വീട്ടുകാരുടെ അടുത്തൊക്കെ പറഞ്ഞ് വാശി പിടിക്കായിരുന്നു, എനിക്ക് ഈ പാവേനെ വേണം, എനിക്ക് ഈ പാവേനെ വേണം എന്നൊക്കെ പറഞ്ഞ്. അതാണ് കേട്ടോ എനിക്ക് ആ ക്രിസ്മസിൻ്റെ ആ ഒരു സ്റ്റോൾ കണ്ടപ്പോൾ ഓർമ്മ വന്നത്.
നിങ്ങൾക്കും അങ്ങനെയൊക്കെ തന്നെയാണോ? നിങ്ങളും അങ്ങനെയൊക്കെ ചെറുപ്പത്തിൽ ചെയ്തിട്ടുണ്ടാവില്ലേ? പിന്നെ ഓരോ ക്രിസ്മസ് മാർക്കറ്റിനും അതിൻ്റേതായ ഒരു ഭംഗിയുണ്ട് കേട്ടോ. അവർ അതിൻ്റേതായ ശൈലിയിൽ അത് ഒരുക്കി വെച്ചിട്ടുണ്ട്. ലൈറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ അടിപൊളി ലൈറ്റിംഗ് ആണ് കേട്ടോ. ഓരോ ക്രിസ്മസ് മാർക്കറ്റിലും അടിപൊളി ലൈറ്റിംഗ് ആണ്. ഓരോ ഷോപ്പിനും അവർ ഓരോ ഡിസൈൻ വെച്ച് ഓരോ ലൈറ്റുകൾ, അങ്ങനെ പല പല വെറൈറ്റീസ് ഓഫ് ആയിട്ടുള്ള കടകളാണ് ക്രിസ്മസ് മാർക്കറ്റിൽ നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇത് ഈ പറഞ്ഞ പോലെ കുട്ടികൾക്ക് കളിക്കാനുള്ള സെറ്റപ്പുകളാണെങ്കിലും എല്ലാം ലൈറ്റ്സും എല്ലാം കൊണ്ടും അടിപൊളിയായിരുന്നു കാണാനായിട്ട്. ഒന്നും പറയാനില്ല, സൂപ്പറായിരുന്നു കേട്ടോ. പിന്നെ ഈ ഒരു സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ യൂറോപ്പ് മോഡൽ പഴയ വീടുകളാണ് ഇവർ ഇതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് യൂറോപ്പിൽ പണ്ടുണ്ടായത് ഇങ്ങനത്തെ ഒരു ടൈപ്സ് വീടായിരുന്നു. ഇപ്പം ആണെന്നുണ്ടെങ്കിൽ അതിന് കുറേ മാറ്റങ്ങളൊക്കെ വന്ന് മോഡേൺ ആയിട്ടുള്ള ഒരു രീതിയിലാണ് ഉള്ളത്. ഇത് അതുപോലെ തന്നെ നെക്സ്റ്റ് ആയിട്ട് വരുന്ന പിള്ളേർക്കും വലിയവർക്കും ഒക്കെ കളിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സംഭവമായിരുന്നു കേട്ടോ. ഇതും കാണാനായിട്ട് അടിപൊളിയായിരുന്നു. പിന്നെ ഞങ്ങൾ പോയ ദിവസം വീക്കെൻഡ് ആയതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു, പറയാതിരിക്കാൻ വയ്യ. അതുപോലെ തിരക്കായിരുന്നു കേട്ടോ. നമ്മളൊരു പഴഞ്ചൊല്ല് പറയാറില്ലേ, ആൾക്കാരെ തട്ടിയിട്ട് നടക്കാൻ വയ്യ എന്ന് പറയില്ലേ, അതുപോലെ തന്നെയായിരുന്നു കേട്ടോ ഇവിടെ. അതുമാതിരി ആൾക്കാരായിരുന്നു, അത്രയും ക്രൗഡായിരുന്നു. ഞങ്ങൾക്കൊന്ന് ശരിക്കും നടക്കാൻ പോലും നമുക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഇത് എൻജോയ് ചെയ്യാൻ വന്നേക്കായിരുന്നു. അടിപൊളി തിരക്ക് എന്ന് പറഞ്ഞാൽ അടിപൊളി തിരക്കായിരുന്നു, പറയാതിരിക്കാൻ വയ്യ. നമ്മളിങ്ങനെ നോക്കി നടക്കണം, അയ്യോ കൈവിട്ട് പോയോ, എവിടെയാണ് ആളെ നോക്കിയിട്ട് നടക്കണം, അതുപോലത്തെ തിരക്കായിരുന്നു. പിന്നെ ഈ ഒരു സംഭവം കാണാനായിട്ട് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഞാൻ ശരിക്കും പെട്ടെന്ന് നോക്കി വഴിക്ക് ഇതെന്താ ഒരാൾ ഇതിന് മുകളിലിരുന്നിട്ട് ഇത് കുടിക്കുകയാണോ എന്ന് വിചാരിച്ചു. പിന്നെയാണ് മനസ്സിലായത് അത് അവിടെ ഉണ്ടാക്കി വെച്ചേക്കണം എന്താണെന്ന്. അങ്ങനെ എല്ലാം കൊണ്ട് അടിപൊളിയായിരുന്നു കേട്ടോ മാർക്കറ്റിൽ അത്. പിന്നെ ഈ ക്രിസ്മസിൻ്റെ ടൈമിൽ ഇറങ്ങുന്ന ഒരു സംഭവമാണ് ഗ്ലൂ വൈൻ എന്ന് പറഞ്ഞിട്ട്. അതിവിടെ ഫേമസ് ആണ്. എല്ലാവരും ആ വൈനാണ് ക്രിസ്മസിൻ്റെ ടൈമിൽ കുടിക്കുന്നത്. പക്ഷേ എനിക്കെന്തോ ഈ ഗ്ലൂ വൈനോട് അത്ര താല്പര്യമില്ല. ഞാനത് കുടിച്ചൊരാളാണ്, പക്ഷേ എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ ആ വൈൻ. ബാക്കിയുള്ളവരുടെ കാര്യം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, പക്ഷേ എൻ്റെ പേഴ്സണലി എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല ആ വൈൻ. ഈ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടുത്തെ ക്രൗഡ്. ഇതൊന്നല്ല കേട്ടോ, ഇതിനാലും കൂടുതൽ ക്രൗഡ് ഉണ്ട്. പക്ഷെ എന്നാലും നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കണ്ടെടുത്തോളം മനസ്സിലായിട്ടുണ്ടോ എത്രയധികം തിരക്കുണ്ടെന്ന്. പിന്നെ ദേ ഈ ഒരു സംഭവമാണ് നമ്മുടെ സാക്ഷാൽ പുൽക്കൂട് എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ ഇതാ ഞങ്ങൾ അങ്ങനെ തിരിച്ച് പോവാണ്. ട്രാമിൽ തിരക്കന്നെ നിങ്ങൾ കണ്ടില്ലേ, അതുപോലെ നിൽക്കാൻ പോലും സ്ഥലം ഉണ്ടായിരുന്നില്ല, അത്രയും തിരക്കായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ നേരെ ശരവണ ഭവനിൽ പോയിട്ട് ഫുഡ് ഓർഡർ ചെയ്ത് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങളിതേ പോയി. ഞാനൊരു മസാല ദോശയും ഷിയോണാണെന്നുണ്ടെങ്കിൽ ഒരു ഗീ റോസ്റ്റ് മസാലയാണ് കേട്ടോ വാങ്ങിച്ചത്. ചായ എങ്ങനെയുണ്ട്, നല്ലതാണോ? ശരവണ ഭവനിലെ ഫുഡ് പിന്നെ നമുക്ക് പറയേണ്ട ആവശ്യമില്ല. ഞങ്ങൾ എപ്പോൾ പോയാലും ഒന്നില്ലെങ്കിൽ ഗീ റോസ്റ്റ് അല്ലെങ്കിൽ മസാല ദോശയാണ് കേട്ടോ അവിടെ നിന്ന് കഴിക്കാറ്. എപ്പോഴത്തെയും പോലെ തന്നെ ഫുഡ് മസാല ദോശയും ഗീ റോസ്റ്റൊക്കെ അടിപൊളി തന്നെയാണ്. അങ്ങനെ ഇത് കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞാനൊരു ഫലൂഡ പറഞ്ഞായിരുന്നു. എൻ്റെ ഫലൂഡ കണ്ടിട്ട് ഞാൻ തന്നെ അതിശയിച്ച് പോയി. ഞാൻ ഇത് ഞാൻ എങ്ങനെ തിന്ന് തീർക്കും എന്നുള്ള രീതിയിലാണ് ഞാൻ ഇതിനെ നോക്കുന്നത്. അപ്പോൾ ഷിയോൺ എൻ്റെ അടുത്ത് അവിടെ നിന്ന് പറയുന്നുണ്ട്, നീ അത് കഴിക്കുക, ഇങ്ങനെ ഭംഗി നോക്കിയിരിക്കല്ലേ എന്ന് പറയുന്നുണ്ട് എൻ്റെ അടുത്ത്. അങ്ങനെ ഞാൻ അത് തിന്നു. ഇനി നമ്മളങ്ങനെ എല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലോട്ട് പോകാണ് കേട്ടോ ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഞങ്ങളെ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.